ഗൈസ്, വെൽക്കം ടു എസ്ത ഷോർട്സ് വ്ളോഗ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചെറിയ ചാലഞ്ച് വ്ളോഗാണ്. അപ്പം നിങ്ങളൊക്കെ ഷോർട്സിൽ നോക്കുമ്പോൾ കാണാം, കളേഴ്സ് ഇങ്ങനെ സ്കെച്ചൊക്കെ നിരത്തി വെക്കുക. അതിനകത്ത് നിന്ന് ഷഫിൾ ചെയ്തിട്ട് 5 എണ്ണം കണ്ണടച്ചിട്ട് നമ്മൾ എടുക്കണം. എന്നിട്ട് നമുക്ക് ഈ വൈറ്റ് പേപ്പറിൽ ഡ്രോ ചെയ്ത് കളർ അടിക്കണം. അത് നല്ലതാണോ എന്ന് നിങ്ങളാണ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ ഡ്രോയിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യാം. മറക്കരുത് ഗൈസ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കയ്യിലിപ്പോൾ ഇത്രയും കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇത്രയും നിറയെ കളേഴ്സ് സ്കെച്ച് പെൻസ് ഉള്ളേ. നമുക്കൊന്ന് ഷഫിൾ ചെയ്തെടുക്കാവേ. ഷഫിൾ ചെയ്ത് ഏതൊക്കെ പറയാമെന്ന് ഒട്ടും ഐഡിയ ഇല്ല കേട്ടോ. ഈ കളർ എടുത്തത്, പിന്നെ ഈ കളർ ഇപ്പം മൊത്തത്തിൽ 3 എടുത്തു. പിന്നെ ഇത് ഇത്രയുള്ളോ? ഓക്കെ, കണ്ണു തുറക്കട്ടെ. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഇത്രയും കളേഴ്സാണ്. 1 2 3 4 5 ഇത്രയും കളേഴ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഒട്ടും മാച്ച് ഇല്ലാത്തതാണ്. അപ്പം നമ്മുടെ ഇതെല്ലാം നോക്കാവേ. നമുക്ക് ഏതാ ഡ്രോയിങ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാവേ. അപ്പോൾ ഗൈസ്, എനിക്ക് 2 നോട്ട്സ് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഉള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാവേ. ഓപ്പൺ ചെയ്തിട്ടെ. ഇതിനകത്തുള്ളത് വീടാണ്, ഹോം. ഇത് കാണാൻ പറ്റൂല, ഈ പേനയും കൊണ്ട് എഴുതി ഒട്ടും കാണത്തില്ല. പിന്നെ ഫ്ലവറാണ് മറ്റേത്. ഇത് നമുക്കൊന്ന് ഇതും കൂടെ ഒന്ന് ഷഫിൾ ചെയ്ത് നമുക്കൊന്ന് എടുക്കാം. എല്ലാം സെയിമായിട്ടാണ് മടക്കുന്നതൊക്കെ, അതുകൊണ്ട് ഏതാ കറക്റ്റ് എന്നറിയാൻ പറ്റൂല. ഞാൻ കണ്ണടച്ചിട്ട് അപ്പോൾ ഗൈസ്, ഞാൻ ഇതാണ് എടുത്തത്. ഓ ഗൈസ്, നമുക്ക് വീടാണ് കിട്ടിയത് വരയ്ക്കാൻ. ഓക്കെ, ഞാൻ എന്താ വൈറ്റ് ഷീറ്റ് എടുത്തു, പിന്നെ ഒരു പെന്നും എടുത്ത് നമുക്ക് ആദ്യമേ ഒരു വീട് ലൈറ്റായിട്ടൊന്ന് വരയ്ക്കാം. ഇതാണ് നമ്മുടെ 5 കളേഴ്സും. ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഒരു വീടിൻ്റെ ഇത് വരയ്ക്കാവേ. വരച്ചിട്ട് ഇനി നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ ഡ്രോ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഡ്രോ ചെയ്തത് കാണിച്ചു തരാവേ. ആകുന്ന അത്രയൊക്കെ നോക്കി ഇത്ര എനിക്ക് പറ്റുന്നുള്ളൂ. നമുക്ക് ഈ ബ്ലാക്കും കൊണ്ടൊന്ന് ഇത് ചെയ്ത് കൊടുക്കാവേ. മെല്ലെ ചെയ്താലേ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഫുൾ കുളമാവും. കുളം തോണ്ടിയിടും. അവിടെ പുറകിൽ ആരോ ടി വി വെച്ചേണ്ട കേട്ടോ, പേടിക്കില്ലേ. പിന്നെ എനിക്ക് പടം വരയ്ക്കാരുകൊണ്ട് ഇതിപ്പം ചാനലിൽ ഇടാനതുകൊണ്ട് പെട്ടെന്നൊന്ന് ചുമ്മാ ഒന്ന് ഇതാക്കി ഒന്ന് വരച്ചതാണ്. അല്ല, ഞാൻ ഒരു രസമായിട്ടൊന്നല്ല വരച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ പോക്കായി. അപ്പം ഞാൻ ഇപ്പം പാടമാണ് ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കണേ. പാടം ഇങ്ങനെ കോളമായിട്ട്, അയ്യോ എന്തൊക്കെ പാടം. ഞാൻ എത്ര മണിക്കൂർ ഇരുന്നിട്ടറിയാമോ ഇത് വരച്ചത്. ഇപ്പം കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇതിപ്പോൾ ഒന്ന് ഫിനിഷ് ആക്കിയത്. അപ്പോൾ ഗൈസ്, ഞാൻ പാടം ഇപ്പം ഇതാക്കിയിട്ടുണ്ട്. ഈ തെങ്ങിന് കളറേ ഉള്ളു ഗൈസ് അടിക്കാൻ. പിന്നെ നമുക്ക് ഓറഞ്ചാണ് നമുക്ക് കിട്ടിയത്. തൽക്കാലം ഓറഞ്ചും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഗ്രീൻ ഇലക്ക് തെങ്ങിൻ്റെ
കൊടുത്തു. ഇനി നമുക്ക് വഴിക്ക് പിന്നെ ബ്ലാക്ക് ആണ്. ഞാൻ വീടിന് കളർ അടിച്ചോണ്ടിരിക്കും. ഇപ്പം ഞാൻ റെഡാണ് അടിക്കുന്നത്. എനിക്ക് എല്ലാ വീടിൻ്റെ ഇത് വന്നാലും ആദ്യമേ റെഡ് വേണം. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എന്നൊക്കെ നിങ്ങൾ വിടുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ ഇത് ഇനി നമുക്കിത് ഫുൾ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ പകുതിയോളം അടിച്ചു. ഒരു സന്ധ്യ സമയമാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. ഞാൻ പാടത്തിനൊക്കെ കളർ കൊടുക്കണം. ഞാൻ ഇപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഏകദേശം രസമായിട്ടില്ലേ? ഇനി എനിക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ട്. അതൊന്ന് ഞാനൊന്ന് ഇതാക്കട്ടെ. ഇനി ഒരു 4-5 തെങ്ങും കൂടെ ഒക്കെ വരയ്ക്കണം. പണ്ടാരം ബെല്ല് എവിടുന്നോ അടിക്കുന്നു ഗൈസ്. അപ്പം ഞാൻ നല്ലപോലെ വരയ്ക്കാൻ ശ്രമിക്കാം കേട്ടോ. നിങ്ങൾ പാട്ടൊക്കെ കേൾക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ഫുൾ കഴിഞ്ഞിട്ട് കാണാം. നിങ്ങളൊരു കാര്യം പറയാൻ മറന്നുപോയി. എൻ്റെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ ഗിരിനാഥ് ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനാണ്. ആ ചേട്ടൻ എൻ്റെ പകരം ഹായ്. അപ്പം ഞാനിപ്പം പാടത്തിന് കളർ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. പാടത്തിന് കളർ അടിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഓർത്തത്. അയ്യോ, കൈയുടെ ഊപ്പാടാണെങ്കിൽ ഇപ്പം തന്നെ ഞാൻ കുറേ ഇരുന്ന് കുത്തിയിരുന്ന് കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒത്തിരി ലോങ് ആവാതിരിക്കാനാണ് ഇടയ്ക്കൊന്നും ഇങ്ങനെ ചെന്ന് നമുക്ക് ഫുൾ കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഈ പാടം അടിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയുന്നില്ല ഗൈസ്. എത്ര നോക്കിയിട്ടും തീരുന്നില്ല. ഇപ്പം തന്നെ ഞാൻ കഷ്ടപ്പെട്ടതാ ഇത്രയും ആക്കി. അയ്യോ, എൻ്റെ കഷ്ടപ്പാട് എന്ന് ചെയ്യാനാ. പറഞ്ഞിട്ട് വെള്ളം കരിമുണ്ടോ ഗൈസ്? പിന്നെ എന്നാ ഗൈസ്, സുഖമാണോ കളർ അടിച്ചോണ്ടിരിക്കുന്നത്? ചുമ്മാ ഇങ്ങനെ നമുക്ക് സംസാരിച്ചോണ്ടിരിക്കാം. എല്ലാവരും കമൻറ്റ് ചെയ്യുന്ന കാര്യം, സബ്സ്ക്രൈബ് ചെയ്യുന്ന, ലൈക്ക് ചെയ്യുന്ന ഒരിക്കലും മറക്കരുത്. പിന്നെ ഒട്ടും മറക്കാത്ത കാര്യം ഷെയറിങ്. എല്ലാവർക്കും ഷെയർ ചെയ്യണം. പിന്നെ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ പറഞ്ഞേക്ക് കേട്ടോ ഗൈസ്. തുടങ്ങിയപ്പം തന്നെ എനിക്ക് ചാനൽ അങ്ങനെ കൊണ്ടുപോകണം, അതങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഫുൾ അടിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പം ഗൈസ്, ഓൾറെഡി തീരാറായിട്ടുണ്ട്. ഇപ്പം തീരുമോയെന്ന് അറിഞ്ഞുകൂടെ. ഇനി 3-4 കളിയും കൂടെ ഉണ്ട് അടിച്ചു ചേർക്കാൻ. പക്ഷേ ഇതിൻ്റെ തീരും. കണ്ട ഗൈസ്, ഇത് ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടില്ലോ. നല്ല ഡ്രസ്സോടെ ക്യൂട്ടി. 1 മില്യൺ ആവുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട് ഗൈസ്. അപ്പം ഗൈസ്, ഇന്നത്തെ ചാലഞ്ച് വല്ലാത്തൊരു പണിയായി പോയി. ഇത് കഴിയുന്നില്ല. അയ്യോ ഗൈസ്, തീരുന്നേ ഇല്ല. 4-5 ഇതുകൂടെ ഉണ്ട്. അയ്യോ, അടുത്ത ലൂപ്പാട് ഇറങ്ങി ഗൈസ്. കൈ ഫുൾ പോയി ഗൈസ്. പിന്നെ കൈയുടെ കോലം കണ്ടോ? ഇങ്ങനെ ഇരുന്ന കൈ ഇങ്ങനെ ഇത് കൈ ഇങ്ങനെ ഇരിക്കുന്നത് ഗൈസ്. പേപ്പർ തന്നെ കേൾക്കും. നല്ല കട്ടിക്കടിക്കുന്നു ഞാൻ.
ലൈറ്റ് ഷെയ്ഡായിരിക്കുന്ന ലൈറ്റ് തന്നെ ലൈറ്റും ഡാർക്കും എടുത്താൽ മതിയായിരുന്നു. കിട്ടിയതല്ലേ എടുക്കാൻ പറ്റുള്ളൂ ഗൈസ്. പറയാനാ എന്തായാലും പാടം ഞാൻ അടിച്ചു കഴിഞ്ഞു കേട്ടോ. സംസാരിച്ച് പാടം അടിച്ചു കഴിഞ്ഞു. ഇനി ഒരു ബീച്ച് ലുക്കാണ് ഞാനിപ്പം ചെയ്യുന്നത്. ബീച്ച് സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു ഒരു സംശയം. ഓറഞ്ച് പറഞ്ഞ് അടിച്ച് ചേർക്കാം. ഈ പിങ്കിൻ്റെ അടപ്പൊട്ടും അടയുന്നില്ല ഗൈസ്. ഓറഞ്ച് തണ്ടിലിപ്പോൾ എനിക്ക് ഓറഞ്ച് അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗൈസ് ഓൾറെഡി കയ്യേറി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഒത്തിരി നേരത്തെ കാത്തിരിപ്പിൻ്റെ ഇടയിൽ നമ്മുടെ ഡ്രോയിങ് ഇവിടെ എൻഡഡ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഞാനിത് കാണിച്ചു തരാമേ. ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. പിന്നെ ഗിരിനാഥ് ചേട്ടന് ഒരു പ്രത്യേകിച്ച് ഹായ് ഞാൻ കാണിച്ചു തരാവേ. ഹൗ ഈസ് ദിസ്? എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പം ഗൈസ് നിങ്ങൾ വിചാരിക്കുന്നത് ഇതന്നെ ഇത്രയേ ഉള്ളൂ എന്ന്. ആണ് ഇത്ര ഉള്ള ഇതൊക്കെ എടുക്കാനുള്ള സമയമേ ഉള്ളൂ. ഇപ്പം ഉച്ചക്ക് 11:30 ഇപ്പോഴാണ് ഇത് വീഡിയോ എടുക്കുന്നത്. ഇന്ന് ഞങ്ങൾക്ക് സ്കൂളില്ലായിരുന്നു. മിസ്സുമാർ പറഞ്ഞു സ്കൂളിലതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇന്ന് സ്കൂളില്ലായിരുന്നു. അപ്പം എനിക്ക് തോന്നി ഇന്ന് ഈ ചാലഞ്ച് വീഡിയോ എടുക്കാമെന്ന്. ഇനി ഞങ്ങൾ ഇങ്ങനത്തെ ഷോർട്സും അല്ലാത്ത ഗെയിം വീഡിയോ അല്ലാതെ ഇനിയും ഞങ്ങൾ ഓരോ ചാലഞ്ചും പ്രാങ്കും ഇങ്ങനെയായിട്ടുള്ള കുറേ ഷോപ്പിങ്ങും എല്ലാം ആയിട്ടുള്ള വീഡിയോസായിട്ട് വരും. നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.